കേരള പോലീസിന്റെ തലപ്പത്ത് വൻ സമവാക്യ മാറ്റങ്ങൾക്കും അണിയറ നീക്കങ്ങൾക്കും വഴി തുറന്ന് ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസ് ഡയറക്ടർ ജനറലായ നിതിൻ അഗർവാൾ ഈ മാസം വിരമിക്കുകയാണ്. കേരള, തമിഴ്നാട്, പോണ്ടിച്ചേരി. നിതിൻ അഗർവാൾ പടിയിറങ്ങുന്നതോടെ ഒടുവരുന്ന 4ാമത്തെ DGP പദവിയിലേക്ക് ആരെത്തുമെന്ന ചോദ്യത്തിന് ഇപ്പോൾ വ്യക്തമായ ഒരു ഉത്തരമുണ്ട്. അങ്ങനെ ഒരു പുതിയൊരാൾ വരുമ്പോൾ മൊത്തത്തിൽ കേരള പോലീസിലെ ആസ്ഥാനത്ത് ഒരു അഴിച്ചുപണി ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നിലവിൽ ജയിൽ വകുപ്പ് മേധാവിയും 1996 ബാച്ച് IPS ഉദ്യോഗസ്ഥനുമായ S. ശ്രീജിത്താണ് ആ ജനപ്രിയ പദവിയിലേക്ക് ഉയർത്തപ്പെടാൻ സാധ്യത ഏറെയായി എത്തി നിൽക്കുന്നത്. നിലവിൽ സംസ്ഥാന പോലീസ് മേധാവിയായ റവാഡ ചന്ദ്രശേഖർ, റോഡ് സേഫ്റ്റി കമ്മീഷണർ യോഗേഷ് ഗുപ്ത, വിജിലൻസ് ഡയറക്ടർ മനോജ് എബ്രഹാം എന്നിവരാണ് സംസ്ഥാനത്ത് DGP റാങ്കിൽ തുടരുന്ന മറ്റ് പ്രമുഖർ. ഇവർക്കൊപ്പം 4ാമനായി ശ്രീജിത്ത് കൂടി എത്തുന്നതോടെ പോലീസ് ആസ്ഥാനത്ത് വൻ മാറ്റങ്ങൾക്കാണ് ഇനി വഴി തുറക്കാൻ പോകുന്നത്. സീനിയോറിറ്റി പട്ടിക മാത്രം എടുത്ത് പരിശോധിച്ചാൽ നിതിൻ അഗർവാൾ വിരമിക്കുമ്പോൾ കേരള കേഡറിലെ ഏറ്റവും മുതിർന്ന IPS ഉദ്യോഗസ്ഥനായി മാറുന്നത് 1995 ബാച്ചുകാരനായ സുരേഷ് രാജ് പുരോഹിതാണ്. എന്നാൽ പ്രധാനമന്ത്രിയുടെ സുരക്ഷാ ചുമതലയുള്ള സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ് അഥവാ SPGയിൽ കേന്ദ്ര ഡെപ്യൂട്ടേഷനിൽ സേവനം അനുഷ്ഠിക്കുന്നതിനാൽ അദ്ദേഹം കേരളത്തിലേക്ക് മടങ്ങിയെത്താനുള്ള സാധ്യത വളരെയേറെ കുറവാണ്. സുരേഷ് രാജ് പുരോഹിതിന് പ്രൊഫോമ പ്രൊമോഷനായി DGP റാങ്ക് നൽകി ആദരിക്കാനാണ് ഒരു സാധ്യത. പുരോഹിതിന് തൊട്ടു പിന്നാലെയുള്ളത് സർക്കാരുമായി അടിച്ചു പിരിഞ്ഞു നിൽക്കുന്ന എക്സൈസ് കമ്മീഷണർ MR അജിത് കുമാറാണ്. അജിത് കുമാറിന് ഏതു നിമിഷവും ഒരു സസ്പെൻഷൻ ഉത്തരവ് അടിച്ചു നൽകാൻ DGP ആഭ്യന്തരമന്ത്രിയോട് പറയാനുള്ള സാധ്യതയും കൂടുതലാണ്. സാധാരണഗതിയിൽ സ്വാഭാവികമായി ലഭിക്കേണ്ട പ്രൊമോഷൻ ആണെങ്കിലും അജിത് കുമാറിന് മുന്നിലുള്ള വഴികളെല്ലാം ഇപ്പോൾ പൂർണ്ണമായും അടഞ്ഞ മട്ടാണ്. കാരണം ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ഒരു കുറ്റമാണ് അജിത് കുമാർ ചെയ്തത്. അതുകൊണ്ട് തന്നെ DGP എന്ന സ്വപ്നം അജിത് കുമാറിന് ഒരു സ്വപ്നമായി തന്നെ നിൽക്കും. നവകേരള യാത്രക്കിടയിൽ മർദ്ദന കേസ് അട്ടിമറിക്കാൻ ശ്രമിച്ചതും ആലപ്പുഴ രക്ഷാപ്രവർത്തന കേസിൽ വൻ വിവാദങ്ങളും അടക്കം ഒന്നിനു പുറകെ ഒന്നായി ഗുരുതരമായ ആരോപണങ്ങൾ അജിത് കുമാറിന്റെ തലയിൽ ഇങ്ങനെ വട്ടമിട്ടിങ്ങനെ പറക്കുകയാണ്. ഇത്തരം സസ്പെൻഷൻ ഭീഷണി വരെ നിലനിൽക്കുന്ന ഒരു ഉദ്യോഗസ്ഥന് VD സതീശൻ സർക്കാർ DGP പ്രൊമോഷൻ നൽകില്ല എന്നാണ് ഭരണസിരാ കേന്ദ്രങ്ങളിൽ നിന്നും ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞത്. അങ്ങനെ നൽകിയാൽ അതൊരു തെറ്റായ ഒരു സന്ദേശമായി വരും ദിവസങ്ങളിൽ മാറും. അജിത് കുമാറിന് വൻ തിരിച്ചടി ഉണ്ടായതോടെ തൊട്ടു പിന്നിലുള്ള ഒരു ജനപ്രിയനായ ഒരു ഉദ്യോഗസ്ഥൻ എന്ന് പറയുന്നത് S. ശ്രീജിത്താണ്. ആ ശ്രീജിത്തിനാണ് DGP കസേരയിലേക്ക് എത്താനുള്ള ഒരു നറുക്കിപ്പോൾ വീണിരിക്കുന്നത്. വിവാദങ്ങളിൽ പെടാത്ത പ്രതിച്ഛായയും ഭരണ നേതൃത്വത്തിന്റെ വിശ്വസ്തനുമായ ശ്രീജിത്തിന് വലിയൊരു ഗുഡ് എൻട്രി റെക്കോർഡ് തന്നെയുണ്ട്. 1996 കേരള കേഡർ IPS ഉദ്യോഗസ്ഥനായ S. ശ്രീജിത്ത് കോഴിക്കോട് സ്വദേശിയാണ്. സർവീസിന്റെ കാലത്ത് വെച്ച് നോക്കുമ്പോൾ അദ്ദേഹം ഒരു തരത്തിലുമുള്ള ഒരു ബ്ലാക്ക് മാർക്ക് അദ്ദേഹം വരുത്തിയിട്ടില്ല. കൂടാതെ 1/4 നൂറ്റാണ്ടിലധികം പൂർത്തിയാക്കിയ അദ്ദേഹം കേരള പോലീസിലെ ഏറ്റവും കാര്യക്ഷമതയുള്ള ജനകീയനായ ഒരു ഉദ്യോഗസ്ഥനാണ്. കൂടാതെ ക്രൈംബ്രാഞ്ച് മേധാവി, ട്രാൻസ്പോർട്ട് കമ്മീഷണർ, അതോടൊപ്പം തന്നെ IG എറണാകുളം റേഞ്ച്, ശബരിമല കോർഡിനേറ്റർ, ADGP സൈബർ ഓപ്പറേഷൻസ് തുടങ്ങിയ അതിപ്രധാനമായ പദവികളിൽ കൃത്യമായ ഒരു കയ്യൊപ്പ് പതിപ്പിക്കാൻ S. ശ്രീജിത്തിന് സാധിച്ചിട്ടുണ്ട് എന്നതാണ് അദ്ദേഹത്തെ ഉന്നത പദവിയിലേക്ക് അടുക്കുമ്പോൾ ഒരു പ്രത്യേകതയായി പറയുന്നത്. സംസ്ഥാനത്തെ നടുക്കിയ സുപ്രധാനമായ അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള ഒരു പ്രമാദമായ നിരവധി കേസുകൾ, കൊലപാതക കേസുകളടക്കം പഴുതടച്ച അന്വേഷണത്തിലൂടെ കുറ്റവാളികളെ നിയമത്തിന് മുന്നിലേക്ക് എത്തിക്കാൻ ശ്രീജിത്തിന് കഴിഞ്ഞിട്ടുണ്ട്. അന്വേഷണ മികവിന് രാഷ്ട്രപതിയുടെ പോലീസ് മെഡൽ ഉൾപ്പെടെയുള്ള ബഹുമതികളും അദ്ദേഹത്തെ തേടിയെത്തുകയും മികച്ച ഗായകനാണ്. സാംസ്കാരിക പ്രവർത്തനങ്ങളിൽ സജീവ സാന്നിധ്യം, സോഷ്യൽ മീഡിയയിലൂടെ പൊതുജനങ്ങളുമായുള്ള ഒരു അടുത്ത ബന്ധം ശ്രീജിത്ത് കാത്തു സൂക്ഷിക്കുന്നുണ്ട്. അങ്ങനെയെല്ലാം അദ്ദേഹം പ്രശസ്തനാണ്. അതുകൊണ്ട് തന്നെ ശ്രീജിത്തിന്റെ ഈ കടന്നുവരവ് പോലീസ് സേനയ്ക്ക് പുതിയൊരു ഊർജം നൽകുമെന്നാണ് ആഭ്യന്തര വകുപ്പിലെ പൊതു വിലയിരുത്തൽ.